തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃതം 1-ാം വോള്യത്തിൻ്റെ ഭാഗം 9 അധ്യായം 1, 2, 3 നമ്മളിപ്പോൾ കഴിഞ്ഞത്. അതായത് മണിമല്ലികനുമായിട്ടുള്ള സംഭാഷണവും മണിമല്ലികൻ ബനാറസിൽ പോയി മടങ്ങി വന്ന വിശേഷം ഭഗവാനുമായിട്ട് പങ്കുവച്ചതാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി അധ്യായം 4 വരുമ്പോൾ ബ്രഹ്മസമാജക്കാർ ഭഗവാനെ കാണാൻ വരുന്ന ഭാഗമാണ് ഇനി ഉള്ളത്. അപ്പോൾ അവിടെ ഭഗവാൻ ബ്രഹ്മസമാജത്തിലെ ചില മുതിർന്ന നേതാക്കൾ വന്നപ്പോൾ അവരുമായിട്ട് സംഭാഷണം തുടങ്ങുന്നതാണ് ആ ഭാഗത്ത്. വളരെ 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 പ്രാധാന്യമുള്ള ഒരു ഭാഗമാണത്. അത് വളരെ ആഴമേറിയ ആധ്യാത്മിക ചിന്തയൊക്കെ ഈ ബ്രഹ്മസമാജക്കാരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഇവിടെ ധാരാളം ഉദാഹരണങ്ങൾ സഹിതം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഈ വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ബ്രഹ്മസമാജത്തിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളെക്കുറിച്ചാണ് ഇവിടെ ആ ഒരാളുടെ പേരാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അധ്യായം 4 എടുത്തു പറഞ്ഞിരിക്കുന്നത് ഠാക്കൂർദാസ് സേനൻ. ഠാക്കൂർദാസ് സേനനാണ് അദ്ദേഹവും മറ്റ് കുറച്ച് ബ്രഹ്മസമാജം ഭക്തരും കൂടിയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവരോട് 2 കാര്യങ്ങളാണ് ഭഗവാൻ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ ഠാക്കൂർ സെന്നോടും അതിനോടനുബന്ധിച്ച് വന്ന മറ്റ് ബ്രഹ്മസമാജ അംഗങ്ങളോടും ഒക്കെ ചേർത്ത്, പിന്നെ അവിടെ ഭഗവാൻ അവിടെ ഇരിക്കുമ്പോൾ മറ്റ് സാധാരണ അവിടെ വരുന്ന ഭക്തന്മാരെയും അവിടെ കൂട്ടത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാവരോടും പ്രധാനമായിട്ട് ഈ ബ്രഹ്മസമാജം ഭക്തന്മാരോട് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈശ്വരപ്രേമം, ഈശ്വര സാക്ഷാത്കാരം. ഇതാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ഭഗവാൻ ചർച്ച ചെയ്യുന്നത് ഇവരോട്. ആദ്യം ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള 3 പാരഗ്രാഫുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ഈ അധ്യായം തുടങ്ങുമ്പോൾ ആദ്യത്തെ 3 പാരഗ്രാഫുകൾ, ആ 3 പാരഗ്രാഫുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നീട് ഇതിൻ്റെ ചർച്ച പുരോഗമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്, ഈ അധ്യായം 4 ആദ്യത്തെ പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം. ദക്ഷിണേശ്വരത്ത് ബ്രഹ്മസമാജക്കാർ പ്രേമതത്വം. അപ്പോഴേക്കും കൽക്കത്തയിൽ നിന്നും ബ്രഹ്മസമാജത്തിലെ ഏതാനും പ്രായം ചെന്ന ഭക്തന്മാർ വന്നു ചേർന്നു. അക്കൂട്ടത്തിൽ ശ്രീ ഠാക്കൂർദാസ സേനനും ഉണ്ടായിരുന്നു. മുറിക്കുള്ളിൽ അനേകം ഭക്തന്മാരുമുണ്ട്. ഗുരുദേവൻ ചെറിയ കട്ടിലിൽ ഇരിക്കുന്നു. മന്ദഹാസമാർന്ന മുഖം, ബാലകമൂർത്തി. ഭഗവാന്റെ ഒരു ബാലക ഭാവത്തിലാണ് ഇരിക്കുന്നതെന്ന് മുൻ അധ്യായങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ കണ്ടതാണ്. അപ്പോൾ മന്ദഹാസമാർന്ന മുഖം, ബാലകമൂർത്തി. വടക്കോട്ട് മുഖമായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ബ്രഹ്മഭക്തന്മാരുമായിട്ട് ആനന്ദത്തോടെ സംഭാഷണം ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. ഇവിടെ ബ്രഹ്മസമാജത്തിലെ പ്രായം ചെന്ന ഭക്തന്മാർ വന്ന കാര്യമാണ് പറയുന്നത്. അതിൽ പേരെടുത്ത് പറയുന്നത് ഠാക്കൂർദാസൻ എന്ന ആളുടെ പേരാണ്. ഠാക്കൂർദാസൻ ഭഗവാനെ കാണാൻ വരുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭക്തൻ എന്ന നിലയ്ക്കല്ല.
അദ്ദേഹം ബ്രഹ്മഭക്തനാണ്, ബ്രഹ്മസമാജത്തിൻ്റെ മുതിർന്ന അംഗവുമാണ്. അത് കേശവചന്ദ്രസേനേക്കാളൊക്കെ മുതിർന്ന, പ്രായം കൊണ്ട് തന്നെ മുതിർന്ന ഒരംഗമാണ്. ഠാക്കൂർദാസൻ ഈശ്വരീയ കാര്യങ്ങളിൽ ഒരു ഭക്തൻ്റെ അവസ്ഥയിലുള്ള ആളല്ല. ഠാക്കൂർദാസൻ ഒരു ഭക്തനല്ല. അത് ബ്രഹ്മസമാജത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും അദ്ദേഹം ഒരു ഭക്തൻ്റെ ഭാവത്തിലുള്ള ആളല്ല. പകരം അദ്ദേഹം ഒരു അന്വേഷകൻ്റെ ഭാവമാണ്. അതായത് അനേകം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുക, മറ്റ് പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനെ വായനയിൽ വളരെ താല്പര്യമുള്ള അത്തരം അറിവുകളെ, പുസ്തകത്തിലുള്ള അറിവുകളെ വെച്ച് ആധ്യാത്മിക ചിന്ത ചെയ്യുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പുസ്തകങ്ങളാണ്, ഗ്രന്ഥങ്ങളാണ്. അതാണ് മാസ്റ്റർ മഹാശയനും തുടക്കത്തിൽ ഈ ഒരു ബ്രഹ്മസമാജത്തിലെ ഒട്ടുമിക്ക പേരും ഈ സ്വഭാവമുള്ളവരാണ്. കാര്യം അവരെല്ലാം ഈ വായനയിലും പുസ്തകത്തിലുമാണ് അധിഷ്ഠിതമായ ഒരു ആധ്യാത്മിക ചിന്തയാണ് ഇവർക്കെല്ലാം ഉള്ളത്. അത് നരേന്ദ്രൻ തുടങ്ങുമ്പോഴൊക്കെ എല്ലാവർക്കും അതാണ്. മുഴുവൻ പേരുടെയും ഗ്രന്ഥങ്ങളെ ആസ്ഥാനപ്പെടും. അപ്പം ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രസക്തമേ അല്ല എന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത്. കാര്യം ഗ്രന്ഥങ്ങളല്ല ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന ഭഗവാന്റെ അടുത്ത് വരുമ്പോഴാണ് ഇവരിൽ പലർക്കും ബോധ്യമുണ്ടാകുന്നത്. അതാണ് മാസ്റ്റർ മഹാശയനെ തുടക്കത്തിലേ കളിയാക്കുകയൊക്കെ ചെയ്തത്, അറിവുള്ളവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയത്. കാര്യം ഈ ഗ്രന്ഥ വായനയിൽ നിന്നുണ്ടായ അറിവ് വെച്ചിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ആ തലത്തിലുള്ളതും എന്നാൽ ആ തലം വിട്ട് മാറാത്തതുമായ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി ആ തലത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരാളാണ് ഠാക്കൂർദാസൻ. ഈ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുന്നവരെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് പല തരക്കാരാണ് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഭഗവാനെ കാണാൻ വരുന്നത് പല തരത്തിൽപ്പെട്ടവരാണ്. ചിലർ തർക്കത്തിനായി മാത്രം വരുന്നവരാണ്. കാരണം ഈ വരുന്ന ആളുകൾ പലരും ഈ കേശവചന്ദ്രസേനൻ ഇന്ത്യ മിററിലും ഒക്കെ എഴുതിയിട്ടുള്ള സുലഭ സമാചാർ എന്ന് പറയുന്ന ബംഗാളി പത്രത്തിലുമൊക്കെ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ വായിച്ച്, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ വായിച്ച് അതിൻ്റെ ഭാഗമായി വരുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അപ്പം അങ്ങനെ വായിച്ചിട്ട് വരുന്ന ആളുകൾ വരുന്നവർ പലരും തർക്കത്തിനായിട്ട് വരുന്നവരാണ്. ഈശ്വരീയ കാര്യങ്ങൾ, ആധ്യാത്മിക വിഷയങ്ങളിൽ അവർക്ക് തർക്കിക്കണം. അങ്ങനെയാണ് ചിലർക്ക് തർക്കത്തിലാണ് താല്പര്യം. അവർ വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ തർക്കിക്കും. ഇത് അവരുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. അപ്പം അങ്ങനെയുള്ള ചിലരാണ് വരുന്നവരിൽ ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ നിരവധി ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് സമ്പാദിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ വരുന്നവരാണ്. ആ അറിവിൻ്റെ വെളിച്ചത്തിൽ വന്നിട്ട് അപ്പം ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ വച്ചിട്ട് ശ്രീരാമകൃഷ്ണദേവനെ നിരീക്ഷിക്കാനാണ് അവർ വരുന്നത്. അവർ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ദക്ഷിണേശ്വരത്തെ ഈ പൂജാരിയുമായി ബന്ധപ്പെടുത്തി നിരീക്ഷണമാണ് അവരുടെ ഉദ്ദേശം. ഇതൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ പത്രത്തിൽ എഴുതി വന്ന ലേഖനങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ. അതിപ്പോൾ നമുക്കും അത്തരം ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും, ലൗകികമായ അവസ്ഥയിലുള്ള എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ട് നിരീക്ഷിക്കാൻ വരുന്നവരാണ് ഒരു വിഭാഗം. മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് നിസ്വാർത്ഥ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ വരുന്നവരാണ്. അവർക്ക് തർക്കമൊന്നുമില്ല. സാക്ഷാൽ ഈശ്വരനെ ദർശിക്കുന്നു എന്ന ഭാവത്തിൽ, ഈശ്വരനോടുള്ള സേവക ഭാവത്തിൽ വരുന്ന ആളുകളാണ്. അവരാണ് ഭഗവാന്റെ അടുത്ത ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരായിട്ട് വന്നിട്ടുള്ള പലരും, നമ്മൾ കണ്ടിട്ടുള്ള പലരും അങ്ങനെയുള്ളവരാണ്. അപ്പം ഇങ്ങനെ പല പല ഘടനയിൽപ്പെട്ടവരാണ് വരുന്നത്. ഈ വരുന്നവരെല്ലാം ഭക്തന്മാരും ഒന്നുമല്ല. ഈ ഭഗവാന്റെ മുറിയിൽ ഇരിക്കുന്നവരെല്ലാം എല്ലാ ദിവസവും വന്ന് ഇരുന്ന് പോകുന്നവരൊന്നും ഭഗവാനെ ഒരു അവതാരമാണെന്ന് അംഗീകരിക്കുന്നവരൊന്നുമല്ല. തർക്കിക്കുകയും ആധ്യാത്മിക ചർച്ചയ്ക്ക് വേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ആ തരത്തിലുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ട് എന്നും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ മൂന്ന് വിഭാഗക്കാരെയും സംബന്ധിച്ച് വിശദമായൊരു വിശകലനമുണ്ട്. അതായത് ഈശ്വരനെ സംബന്ധിച്ച് ആർക്ക് കൂടുതൽ ഭക്തി, ആർക്ക് സംശയബുദ്ധി, ആർക്ക് നിഷേധ സമീപനം, ഈശ്വരനെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. അതായത് കൂടുതൽ ഭക്തിയുള്ള ഭക്തൻ,
അതായത് യഥാർത്ഥ ഭക്തൻ എന്നൊക്കെ നമ്മളാണ് പറയുന്നത്, ഈശ്വരനല്ല. നമ്മളുടെ കോൺസെപ്റ്റിൽ പറയുന്നതാണ് യഥാർത്ഥ ഭക്തൻ, അടിയുറച്ച വിശ്വാസി എന്നൊക്കെ നമ്മളാണ് പറയുന്നത്. ഈശ്വരൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നെ സംശയബുദ്ധിയാണ്. കാരണം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ശരിയാണോ ശരിയല്ലയോ, അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാമോ, അവതാരമുണ്ടോ ഇല്ലയോ, ഇതൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ ഒക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ കഥാപാത്രങ്ങളല്ലേ, ഇതൊക്കെ ആരോ സന്യാസിമാർ എഴുതി വെച്ചതല്ലേ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നൊക്കെ എപ്പോഴും സംശയമാണ്. അംഗീകരിച്ചിട്ടില്ല, നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വാസം ഉറച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സംശയബുദ്ധിയോടുകൂടി വരുന്ന ആളുകൾ. പിന്നെ നിഷേധ സമീപനം, അതായത് ഈശ്വരനേ ഇല്ല, സാകാരമില്ല എന്നൊക്കെ പറയുന്ന ഈ ബ്രഹ്മസമാജംകാരുടെ ഒരു ലൈൻ പിടിച്ചിട്ടുള്ളവർ. അങ്ങനെ ഒരു അവതാരമൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ച ശക്തിയാണ്, അതിന് പ്രത്യേകിച്ച് രൂപവും ഭാവമൊന്നുമില്ല, അതൊക്കെ വെറും അങ്ങനെ വരുന്നതൊക്കെ കള്ളത്തരമാണ് എന്നൊക്കെ വരുന്ന നിഷേധ സമീപനത്തോടു കൂടി വരുന്നു. ഈ മൂന്ന് രീതിയിൽ വരുന്നവരുടെ കാര്യത്തിലും ഈശ്വരന് അങ്ങോട്ട് ഒരേ സമീപനമാണ്, ഈ മൂന്ന് പേരോടും ഒരേ സമീപനമാണ്. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഉപദേശിക്കുന്നത്. അല്ലാതെ അങ്ങ് ആഴത്തിൽ ഭക്തിയുള്ള ഒരാളെ ഈശ്വരന് കൂടുതൽ ഇഷ്ടം, നിഷേധ ഭക്തിയുള്ളവനോട് ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ സംശയത്തോടു കൂടി വരുന്നവനോട് ഇഷ്ടക്കുറവ്, അങ്ങനെയൊന്നുമില്ല. ഈശ്വരന് ഈ മൂന്ന് പേരോടും തുല്യ സമീപനമാണ്. കാരണം ഈശ്വരൻ ഒരു കാര്യമേ ആലോചിക്കുന്നുള്ളൂ, ഒരേ ഒരു കാര്യമാണ് ഈശ്വരൻ ആലോചിക്കുന്നത്. ഇത് ഭഗവാൻ പറയുന്നതാണ്. ഈശ്വരൻ ആലോചിക്കുന്നത് ഈശ്വരനെ എത്രമാത്രം ചിന്തിക്കുന്നു എന്ന് മാത്രമാണ്. അത് നിഷേധ രൂപത്തിലായാലും, വിരോധഭാവത്തിലായാലും, സഖ്യഭാവത്തിലായാലും, പ്രേമഭാവത്തിലായാലും, മാതാവിൻ്റെ ഭാവത്തിലായാലും, അച്ഛൻ്റെ ഭാവത്തിലായാലും, മകൻ്റെ ഏത് ഭാവത്തിലായാലും ഈശ്വരനെ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അത് വിരോധ ഭാവത്തിലിരിക്കുന്നവൻ്റെയും ഹൃദയത്തിൽ ഈശ്വരനാണ്. ഹിരണ്യകശിപുവിൻ്റെയും ഹൃദയത്തിൽ മുഴുവൻ സമയവും നാരായണനായിരുന്നു. പ്രഹ്ലാദനേക്കാൾ കൂടുതൽ സമയം ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലാണ് നാരായണൻ ഇരുന്നത്. കാര്യം എപ്പോഴും ഇപ്പം ശിശുപാലൻ 100 കുറ്റങ്ങളാണ് ശിശുപാലൻ്റെ ശ്രീകൃഷ്ണൻ ക്ഷമിക്കാൻ തയ്യാറാവുമെന്ന് പറഞ്ഞു. 100 കുറ്റങ്ങൾ. നോക്കൂ, 100 കുറ്റങ്ങൾ ശ്രീകൃഷ്ണനെതിരെ ശിശുപാലൻ ചെയ്യണമെങ്കിൽ ആ ശിശുപാലൻ ഫുൾ ടൈം കൃഷ്ണനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായെങ്കിലേ അത് പറ്റുള്ളൂ. അതാണ് അതിൻ്റെ. അപ്പം 100 കുറ്റങ്ങൾ ക്ഷമിച്ചിട്ടാണ് 101ാമത്തേന് സുദർശന ചക്രം ഉപയോഗിച്ച് തലയേർത്തത്. അതൊരു അനുഗ്രഹമാണ്. അപ്പോൾ അവിടെ ഈ അവരുടെയൊക്കെ നിഷേധ സമീപനമാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഈശ്വരനായിരുന്നു. ഈശ്വരനെ ഏത് രൂപത്തിലാണ് നമ്മൾ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളതിന് വ്യത്യാസമില്ല എന്നുള്ളതാണ് ഈ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമകൃഷ്ണദേവൻ്റെ സമീപനം. അതാണ് ഇവിടെ ഈ വരുന്ന ഓരോ ആളുകളെ സംബന്ധിക്കുന്നിടത്തോളം ശ്രീരാമകൃഷ്ണദേവൻ്റെ സമീപനം ഒരേപോലെയാണ് അവരോട്. അപ്പോൾ ഈ തരത്തിൽ ഈശ്വരനെ സമീപിക്കാൻ എത്തുന്ന ഈ 3 കൂട്ടരിലും, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെ സമീപിക്കാൻ എത്തുന്ന ഈ തരക്കാരിലെല്ലാവരോടും ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, ആ സാമീപ്യം. അതെത്ര മാത്രമാണ്. അതായത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള എൻട്രി പാസ്സാണത്, ഭഗവാനോടുള്ള ആ സാമീപ്യം. ആ സാമീപ്യത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള എൻട്രി പാസ്. അതേത് മാനസികാവസ്ഥയിലാണെന്നുള്ളതിന് പ്രസക്തമല്ല. അത് ഈ അധ്യായത്തിൻ്റെ ഒരു ഭാഗത്ത്, ഈ 4-ാം അധ്യായത്തിൻ്റെ തുടർന്ന് വരുന്ന ഭാഗത്ത് ഭഗവാൻ ഒരു കഥ പറയുന്നുണ്ട്. 2 പേര് ഭാഗവത വായന കേൾക്കാൻ പോകുന്നൊരു കഥയാണ്. വായിച്ചിരിക്കും. ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന 1-1.5 പേജ് കഴിയുമ്പോൾ ഈ കഥ പറയുന്നുണ്ട് ഭഗവാൻ. 2 പേർ ഭാഗവത വായന കേൾക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ആ ഭാഗവത സ്ഥലത്ത് ചെന്നപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരു സുഖം തോന്നാഞ്ഞിട്ട് ആ 2 പേരിൽ ഒരാൾ ആ ഭാഗവത സത്രം നടക്കുന്ന, അല്ലെങ്കിൽ ഭാഗവത വായന നടക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്നങ്ങ് മുങ്ങി, അയാളങ്ങ് പോയി. അയാൾ മറ്റ് ശാരീരിക സൗഖ്യങ്ങൾ, അതിപ്പോൾ മദ്യമാകാം, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള
ഇതാകാം. അങ്ങനെ പല രൂപത്തിലുള്ള ഏതെങ്കിലും, അതായത് ലൗകിക മനുഷ്യൻ അന്വേഷിച്ചു പോകുന്ന ഭോഗസുഖങ്ങൾ, ആ ഭോഗസുഖങ്ങൾ ആണ്, ആ ഭോഗസുഖങ്ങളെക്കുറിച്ച് മാത്രമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാൾ പെട്ടെന്ന് തന്നെ ഈ ഭാഗവത വായന നടക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അങ്ങ് പോയി. അയാൾ മറ്റൊരു ശാരീരിക സുഖം അന്വേഷിച്ച്, അല്ലെങ്കിൽ ഭൗതിക സുഖം അന്വേഷിച്ച്, അല്ലെങ്കിൽ അയാൾക്ക് മദ്യമോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അയാളങ്ങ് പോയി. മറ്റേയാൾ ഈ ഭാഗവതം വായിക്കുന്നിടത്ത് പ്രഭാഷണം കേട്ട് അവിടെ തന്നെ മുൻനിരയിൽ തന്നെ ശ്രദ്ധാപൂർവം ഇരിക്കുകയാണ്. ഏറ്റവും മുൻനിരയിൽ ഈ ഭാഗവത വായന കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ആദ്യത്തെ ആൾ പോയത് ഈ പറഞ്ഞ ശാരീരിക സുഖത്തിന് വേണ്ടത് സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പെട്ടെന്ന് മടുപ്പ് വന്നു. എന്നിട്ട് ആ സമയത്ത് അയാൾ ചിന്തിച്ചത്, ഞാൻ എന്തൊരു മ്ലേച്ഛനാണ്, ഭാഗവത സ്ഥലത്താണ് ഞാൻ ഇരുന്നെങ്കിൽ എത്ര നല്ല കഥകൾ എനിക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. അത് ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ശരിക്കും ഒരു നിന്ദ്യനായിരിക്കുന്നു, ഞാൻ എത്ര മോശപ്പെട്ടവനായിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾക്ക് വലിയ പശ്ചാത്താപം തോന്നി, ഈ മറ്റ് ഭോഗസുഖം തേടിപ്പോയ ആൾക്ക്. ഇതേ സമയം ഭാഗവതത്തിൻ്റെ കഥ കേട്ട് മുൻവശത്തിരിക്കുന്ന ആളുടെ മനസ്സിൽ കൂടെ പോയതെന്താണ്? അയാൾ അവിടെ ഇരുന്നുകൊണ്ട്, ആ മുൻനിരയിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചത് മുഴുവൻ കൂട്ടുകാരൻ എവിടെ പോയി എന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇയാളുടെ കൂടെ വന്ന കൂട്ടുകാരൻ എവിടെ പോയി, അയാളിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും, അയാൾ വലിയ ഭാഗ്യവാൻ, ഇവിടെ ഇരുന്ന് ഈ എത്ര അയാൾ എന്തെല്ലാം തരത്തിലിപ്പോൾ ആനന്ദിക്കുന്നുണ്ടായിരിക്കും. ഞാനാണെങ്കിൽ കഷ്ടകാലത്തിന് ഈ മുൻനിരയിൽ വന്നിരുന്നു, എഴുന്നേറ്റ് പോകാനും പറ്റില്ല. അങ്ങനെയാണല്ലോ നമ്മൾ എപ്പോഴും നമ്മൾ വലിയൊരു സത്സംഗത്തിൻ്റെയൊക്കെ പിറകിൽ ചെന്നിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴെങ്കിലും ബോറടിക്കുകയാണെന്ന് തോന്നിയാൽ നമുക്ക് അവിടെ നിന്ന് മുങ്ങണം, അതാണ്. അല്ലെങ്കിൽ നമ്മൾ മുൻനിരയിൽ ഇരുന്ന് വേണ്ടേ കേൾക്കാൻ ഇതൊക്കെ. ഭാഗവത കഥകൾ, ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ഏറ്റവും മുൻനിരയിൽ പോയിരിക്കുന്നതിന് പകരം നമ്മൾ ഏറ്റവും പിറകിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് എണീറ്റ് പോകാൻ പാകത്തിന് ആരുടെയും ശ്രദ്ധ കിട്ടാത്ത തരത്തിൽ ഒരു സീറ്റായിരിക്കും നമ്മൾ ഭൂരിപക്ഷ പേരും അന്വേഷിക്കുന്നത്. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ വന്നിരിക്കുമെന്നേ ഉള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാൻ ബുദ്ധിമുട്ടെന്നുള്ള മട്ടിലാണ്. ഇപ്പോൾ ഭാഗവത സത്രത്തിനൊക്കെ വന്നിരിക്കുമ്പോൾ കാണാം മുൻനിരയിലൊക്കെ ഇരിക്കും നമ്മൾ, പക്ഷെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അപ്പുറത്ത് ആ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ അവിടത്തേക്ക് ആളുകൾ പോകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് പോകാനുള്ള താല്പര്യം. അപ്പോൾ അത്രയും നമുക്ക് ഈ കഥകൾ കേൾക്കുന്നതിലുള്ള താല്പര്യമുള്ളൂ. അപ്പോൾ ഈ കൂട്ടുകാരനും അതുപോലെ തന്നെ, അയാൾ അവിടെ ഇരുന്നുകൊണ്ട് പോയ കൂട്ടുകാരൻ അനുഭവിക്കുന്ന ആ ഭാഗ്യത്തെ, സന്തോഷത്തെ, അയാളുടെ സുഖത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഇവിടെ ഇരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ രണ്ടുപേരും അവരുടെ കാലം കഴിഞ്ഞു, മരണപ്പെടുന്നു. പക്ഷേ ആരാണോ ഈ ഭാഗവത സ്ഥലം വിട്ട് ആദ്യം സുഖഭോഗങ്ങൾ തേടിപ്പോയത്, അയാൾക്ക് ലഭ്യമായത് സ്വർഗവും, ഭാഗവത സ്ഥലത്ത് ഒന്നാം നിരയിൽ ഇരുന്ന ആൾക്ക് നരകവുമാണ് കിട്ടിയത്. ഇതാണ് ആ കഥയുടെ ക്ലൈമാക്സ്. അപ്പം ഈശ്വരൻ സ്വീകരിച്ചത് ഭോഗസുഖം തേടിപ്പോയ ആളെയാണോ എന്നാണ് നമ്മൾ സംശയിക്കുക. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? ഈശ്വരൻ ഒരുവൻ്റെ മനോഗതിയെയാണ് കണക്കിലെടുക്കുന്നത്. ഇത് ഭഗവാൻ ബ്രഹ്മഭക്തന്മാർക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് ഇതിനകത്ത്, ഈ 4-ാം ഭാഗത്ത്. അപ്പോൾ ഈ ഈശ്വരൻ കണക്കിലെടുക്കുന്നത് ഒരാൾ ഭോഗസുഖം തേടിപ്പോയോ അതോ മറ്റേയാൾ ഭാഗവത കഥ പറയുന്ന സ്ഥലത്ത് ഇരുന്നോ എന്നുള്ളതല്ല നോക്കുന്നത്. ഈ രണ്ടു പേരുടെയും മനോഗതിയാണ് കണക്കിലെടുക്കുക. അപ്പം മനോഗതി കണക്കിലെടുക്കുമ്പോൾ ആ ഭോഗസുഖം തേടിപ്പോയ ആളുടെ മനോഗതിയാണ് ഏറ്റവും നല്ലത്. കാരണം അയാൾക്കതിൽ പശ്ചാത്താപമുണ്ടായി, പോകണ്ടായിരുന്നു എന്ന പശ്ചാത്താപമുണ്ടായി. അയാൾ ഈശ്വരനെ, ആ ഈശ്വരീയ കഥ പറയുന്നിടത്ത് ഇരുന്നാൽ മതിയായിരുന്നു എന്നുള്ള സച്ചിന്തയിലേക്ക് അയാൾ വന്നു. എന്നാൽ ഈ ഭാഗവതത്തിൻ്റെ മുൻനിരയിൽ ഇരുന്നവനോ മുഴുവൻ സമയം ഈ ഇരിക്കുന്ന ഒരു കഥ പോലും അയാൾ കേട്ടില്ല. അയാൾ ആലോചിച്ചുകൊണ്ടിരുന്നത് മുഴുവനും ഈ പോയ സുഹൃത്തിൻ്റെ ഭോഗസുഖത്തിൻ്റെ ആനന്ദം എങ്ങനെയാണെന്ന് വെറുതെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുക. അയാൾ കണ്ടിട്ടുമില്ല, അയാൾ എന്താണ് അനുഭവിച്ചതെന്ന് അറിഞ്ഞിട്ടുമില്ല. എന്നിട്ടും ഇവിടെ ഇരുന്ന് മനസ്സിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിലങ്ങനെ മുഴുകിയിരുന്നു.
അപ്പോൾ യഥാർത്ഥത്തിൽ പോയവനാണോ കുറ്റവാളി അല്ലെങ്കിൽ നിന്ദ്യൻ, അവിടെ ഇരുന്നവനാണോ നിന്ദ്യൻ എന്നുള്ളതാണ് ഇവിടെ വ്യത്യാസം. ഭഗവാൻ അതാണ് ഈ തരത്തിൽ ഒരു ഭഗവാൻ കണക്കിലെടുക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തെയല്ല, നമ്മുടെ മനോഗതിയെയാണ് എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ നമ്മെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒന്നാം പാരഗ്രാഫിൻ്റെ ഭാഗത്ത് വരുന്നത്. അതിൽ തന്നെ രണ്ടാം പാരഗ്രാഫ് നമുക്ക് നോക്കാം. രണ്ടാം പാരഗ്രാഫിൽ വരുന്നത് ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരോടായിട്ട് പറയുന്നതാണ്. നിങ്ങൾ പ്രേമമെന്ന് പുലമ്പുന്നു. പ്രേമം എന്താ? അത്ര സുലഭമായ സാധനം എന്തെങ്കിലുമാണോ? ചൈതന്യദേവന് പ്രേമം ഉണ്ടായിരുന്നു. പ്രേമത്തിന് 2 ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തേത് ലോകത്തെ മറന്നുപോകും. ഈശ്വരനിലുള്ള ഭക്തി പാരമ്യം കൊണ്ട് ബാഹ്യബോധം പൊയ്പോകും. ഈശ്വരനിലുള്ള ചൈതന്യദേവൻ വനം കണ്ടിട്ട് ആ വനം കണ്ടു കഴിഞ്ഞപ്പോൾ വൃന്ദാവനമാണെന്നാണ് തെറ്റിദ്ധരിച്ചത്. കടലു കണ്ടപ്പോൾ യമുനയാണെന്നാണ് കരുതിയത്. രണ്ടാമത്തെ ലക്ഷണം, എത്രയും പ്രിയ വിഷയമായ സ്വന്തം ശരീരത്തിന്മേലും മമത ഉണ്ടായിരിക്കുകയില്ല. ദേഹാത്മബോധം തീർത്തും പോകുന്നു. ഇതാണ് ആ രണ്ടാം പാരഗ്രാഫിൽ വിവരിക്കുന്നത്. അതായത് ഈശ്വരപ്രേമത്തിൻ്റെ 2 ലക്ഷണങ്ങളാണ് ഭഗവാൻ ഇവിടെ ചർച്ച ചെയ്തത്. ആദ്യത്തേത്, ഈശ്വരപ്രേമത്താൽ ബാഹ്യബോധം നമുക്ക് നഷ്ടപ്പെടുന്നു. അതായത് ഏത് വനം കണ്ടാലും അത് വൃന്ദാവനമാണെന്ന് തോന്നുക, അല്ലെങ്കിൽ ഏതൊരു കടൽ കണ്ടാലും അത് യമുനയാണ്, വെള്ളം ഒഴുകുന്ന ഏതൊരു ഭാഗം കണ്ടാലും അത് യമുനയാണെന്ന് തോന്നുക. ഇതായിരുന്നു ഈശ്വരപ്രേമത്തിൻ്റെ ഒരു ഭാഗം. അവിടെ ഈശ്വരപ്രേമം കൊണ്ട് ബാഹ്യബോധം നമുക്കില്ലാതാവുകയാണ്. രണ്ടാമത്തെ ലക്ഷണം, ദേഹബോധം കൂടെ തീർത്തും പോകും. ദേഹം മാത്രമല്ല, ദേഹാത്മബോധം കൂടെ തീർത്തു പോകും. അതാണ് രണ്ടാമത്തെ ലക്ഷണം ഈശ്വരപ്രേമത്തിൻ്റെ. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ സൂചിപ്പിക്കുന്ന ഒരു പേര് ചൈതന്യദേവന് ഈശ്വരപ്രേമമായിരുന്നു എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. പ്രേമമായിരുന്നു ചൈതന്യദേവൻ പ്രചരിപ്പിച്ച, അല്ലെങ്കിൽ പ്രേമമാർഗത്തിലാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു പ്രേരണ ചൈതന്യ മഹാപ്രഭു അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് നൽകിയിരുന്നത്. അദ്ദേഹം ആ അവതാരം അതാണ് സ്വീകരിച്ചത്. അപ്പോൾ ഒരേ ഈശ്വരീയ ഭാവത്തിൻ്റെ 2 കാലഘട്ടത്തിലുള്ള അവതാരങ്ങളാണ് ഇരുവരും. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ചൈതന്യ മഹാപ്രഭുവും ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒരേ ഈശ്വരീയ ഭാവത്തിൻ്റെ 2 കാലഘട്ടത്തിലുള്ള അവതാരങ്ങളാണ്. അതായത് അടുത്ത 2 അവതാരങ്ങളും, അടുത്തടുത്ത 2 അവതാരങ്ങൾ, ഈ അടുത്തടുത്താണ് ഈ അവതാരങ്ങൾ ഉണ്ടായത്. അടുത്തടുത്തെന്ന് പറയാൻ പറ്റില്ല, നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. എന്നാലും ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 2 അവതാരങ്ങളും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്തുകൊണ്ടാണ് 2 അവതാരങ്ങൾ ഒരേ സ്ഥലത്താണ് അവതരിച്ചത്? ഇതൊരു ചരിത്രപരമായ സംഗതിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ചരിത്രപരമായ ഒരു പാഠം അല്ലെങ്കിൽ ഒരു ബോധം നമ്മളിലേക്ക് നൽകുന്നതാണ് ഈ ഒരേ അവതാരം 2 അവതാരം ഒരേ സ്ഥലത്ത് 2 ഘട്ടങ്ങളിലായിട്ട് അടുത്തടുത്ത 2 ഘട്ടങ്ങളിലായിട്ട് സംഭവിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു 14-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട്, 14-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞ് 15-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ആയിരുന്നു. അതായത് ഇങ്ങനെ പറയുമെങ്കിലും ആകെ 48 വർഷമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിത കാലയളവ്, ഭൗതിക ജീവിത കാലയളവ് അല്ലെങ്കിൽ ഇഹലോകവാസത്തിൻ്റെ കാലയളവ് എടുക്കുകയാണെങ്കിൽ 2 വർഷം കുറവ്, 48 വർഷം മാത്രമാണ് ചൈതന്യ മഹാപ്രഭു ജീവിച്ചിരുന്നത്. അതായത് 1486, അപ്പോൾ 14-ാം നൂറ്റാണ്ട് അവസാനം, 1486 മുതൽ 1534 വരെ അതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലയളവ്, 48 വർഷം. ശ്രീരാമകൃഷ്ണദേവൻ കമാർപുക്കൂറിലാണ് അവതരിച്ചത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈശ്വര ലീലയുടെ ഭൂരിഭാഗം സമയവും ബംഗാളിൻ്റെ
കൽക്കട്ടയുടെ നഗര പ്രദേശത്തായിരുന്നു. അതേസമയം ചൈതന്യ മഹാപ്രഭു ഇന്നത്തെ നാദിയ ഡിസ്ട്രിക്റ്റ്, ബംഗാളിൻ്റെ നാദിയ ഡിസ്ട്രിക്റ്റ് എന്ന് ഇന്ന് പറയുന്ന അന്നത്തെ നവദ്വീപ്, ഇന്നും പക്ഷേ നമ്മൾ അവിടെ അറിയപ്പെടുന്നത് നവദ്വീപ് എന്ന് തന്നെയാണ്. അത് അതിൻ്റെ രേഖാമൂലം അത് നാദിയ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ രണ്ടും കൽക്കട്ടയിൽ തന്നെയാണ് ഉണ്ടായത്. രണ്ട് അവതാരങ്ങളും ഒന്ന് പക്ഷേ 1486 ചൈതന്യ മഹാപ്രഭു, 1534 വരെ. പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ അവതരിക്കുമ്പം 1836. അപ്പോൾ ഏകദേശം 15 കഴിഞ്ഞ് 16, 16 കഴിഞ്ഞ് 17, 17 കഴിഞ്ഞ് 18, 300 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. 1534 മുതൽ 1836 വരെ. ഇപ്പോൾ ഏകദേശം 300 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഇതിനിടയിൽ കാണാം. ഇപ്പം എന്നാൽ രണ്ട് അവതാരങ്ങളും ഒരേ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഒരേ ഉദ്ദേശം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ രണ്ട് അവതാരങ്ങളുടെ വ്യത്യാസമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈശ്വര പ്രേമമാണ്. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും എളുപ്പമായ മാർഗം ഈശ്വര പ്രേമം തന്നെയാണ് എന്നുള്ളതാണ് ഈ രണ്ട് അവതാരങ്ങൾ. അതിൽ ചൈതന്യ മഹാപ്രഭു സ്വീകരിച്ചത് അദ്ദേഹം ഈശ്വര നാമജപത്തിലൂടെയാണ്. ഈശ്വര നാമജപമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവതാരത്തെ സങ്കീർത്തനാവതാരം എന്നാണ് പറയുന്നത്. സങ്കീർത്തനാവതാരം. കൂട്ടം കൂടി ഭക്തന്മാരെ കൂടെ ചേർത്ത് വീടുകൾ തോറും തെരുവുകൾ തോറും അതുപോലെ ഭക്തി കേന്ദ്രങ്ങൾ, ജഗന്നാഥ ക്ഷേത്രത്തിലും അതിനൊക്കെ ചുറ്റും ഒക്കെയുള്ള അതാത് പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ ധാരാളം ഈശ്വര നാമജപത്തോടുകൂടി, ഭജനയോടുകൂടി, നല്ല മനോഹരമായ സംഗീതത്തോടുകൂടി, നൃത്തത്തോടുകൂടി, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചിത്രങ്ങളെല്ലാം കാണുന്നത് വലിയ ജനക്കൂട്ടം ഇങ്ങനെ തെരുവിലൂടെ പാട്ടുപാടി പോകുന്ന ചിത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചിത്രകാരന്മാർ ഭാവനയിൽ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കൂടെ സംഗീത ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന അതിമനോഹരമായ ചിത്രമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റേത്. അത്രയും അതിസുന്ദരനായ ഒരു അവതാരം. അതായത് ജഗന്നാഥ മിശ്ര, ശചീദേവി എന്ന് പറയുന്ന രണ്ട് സാത്വികരായ രണ്ട് ദമ്പതികൾ, ജഗന്നാഥ മിശ്രയും ശചീദേവിയും. അവരുടെ രണ്ടാൺമക്കളിൽ രണ്ടാമത്തെ ആളാണ് ചൈതന്യ മഹാപ്രഭു അവതാരമെടുക്കുന്നത്, രണ്ടാമത്തെ മകനായിട്ട്. മൂത്ത മകൻ വിശ്വേശ്വരനും രണ്ടാമത്തെ മകനാണ് നിമായി എന്നാണ്. അപ്പോൾ വിശ്വംഭരൻ, മൂത്ത മകന് വിശ്വേശ്വരൻ എന്നാണ് പേരിട്ടത് കൊണ്ട് ശചീദേവിക്ക്, അമ്മയ്ക്ക് ആഗ്രഹം രണ്ടാമത്തെ മകൻ്റെ പേര് വിശ്വംഭരൻ എന്നാണ് വേണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷേ ഈ കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയുടെ നിറം കണ്ടിട്ട് സ്വർണത്തിൻ്റെ നിറമാണെന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിറം എന്ന് പറയുന്നത് സ്വർണ്ണ നിറം എന്നാണ് പറയുന്നത്. അത്ര മനോഹരമാണ്. അതായത് ഒരു അവതാരത്തിൽ, ഈശ്വരീയ അവതാരത്തിൽ സൗന്ദര്യത്തിൻ്റെ ആ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായൊരവസ്ഥയിലായിരുന്നു ആ ജന്മം. അത്രയും സൗന്ദര്യം ലോകത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒരിടത്തും ഉണ്ടായിട്ടില്ല. അത്രമാത്രം സൗന്ദര്യം. അപ്പോൾ സ്വർണ്ണ നിറം. അപ്പോൾ ആ സ്വർണ്ണ നിറം ആയതുകൊണ്ട് ഗൗരാംഗൻ എന്നാണ് ചൈതന്യ മഹാപ്രഭുവിന് മറ്റൊരു പേര്. പിന്നെ വേപ്പുമരത്തിൻ്റെ ചുവട്ടിലാണ് ജനിച്ചത്. വേപ്പുമരത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു കുടീരം കെട്ടിയിട്ട് അവിടെ വച്ചാണ് ഈ ചൈതന്യ മഹാപ്രഭുവിനെ ശചീദേവി പ്രസവിക്കുന്നത്. അതുകൊണ്ട് ഈ വേപ്പുമരത്തിൻ്റെ നീം എന്ന് പറയുന്ന, വേപ്പുമരത്തിന് നീം എന്നാണല്ലോ അവരുടെ ഈ ബംഗാളി ഭാഷയിൽ പറയും. അപ്പം നീം എന്ന് പറയുന്ന ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ജനിച്ചതുകൊണ്ട് നിമായി എന്നാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചത് നിമായി എന്നാണ്. അപ്പം നിമായി എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് വന്നത്. വിശ്വംഭരൻ എന്നുള്ള പേര് ഉപയോഗിക്കപ്പെട്ടില്ല. നിമായി എന്ന് തന്നെയാണ് എല്ലാവരും വിളിച്ചത്. ചൈതന്യ മഹാപ്രഭുവിനെ നിമായി എന്നാണ്. പിന്നീട് സന്യാസമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ചൈതന്യ ദേവനായി മാറുന്നത്.
അപ്പം ഈ നിമായി രസകരമാണ് നിമായിയുടെ അച്ഛൻ്റെ കാര്യം. കാര്യം മൂത്ത മകൻ വിശ്വദേവൻ, മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം വിശ്വേശ്വരൻ എന്നാണെന്ന് തോന്നുന്നത്, വിശ്വരൂപൻ. അതെ, മൂത്ത മകൻ്റെ പേര് വിശ്വരൂപൻ. ഈ വിശ്വരൂപൻ വലിയ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു ചെറുപ്പം മുതലേ. അങ്ങനെ ഒരു ദിവസം പ്രായമായി ചെറുപ്പം ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം വളരെ വ്യത്യാസമുണ്ട്. രണ്ടുപേരും വളരെ കുഞ്ഞാണ് നിമായി, മറ്റാൾ വളരെ മൂത്ത ആൾ. അതായത് നമ്മുടെ ശ്രീരാമകൃഷ്ണദേവനും രാമേശ്വരനും തമ്മിലുള്ള ആ ഒരു ശ്രീരാമകൃഷ്ണദേവനും രാമകുമാരനും തമ്മിലുള്ള പ്രായ വ്യത്യാസമാണ് വിശ്വേശ്വരനും നിമായിയും തമ്മിലുള്ളത്, ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ളത്. അപ്പോൾ അതേപോലെ ഈ വിശ്വരൂപൻ ഒരു പ്രായമെത്തിയപ്പോഴേക്കും, ചെറുപ്പമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സന്യാസിക്കാനായിട്ട് വീട് വിട്ടിറങ്ങിപ്പോയി. അപ്പോൾ അത് അവരുടെ അച്ഛനും അമ്മയ്ക്കും വലിയ സങ്കടമായി. ജഗന്നാഥ മിശ്രയ്ക്കും സജീദേവിക്കും വലിയ സങ്കടമായി. അതുകൊണ്ട് രണ്ടാമത്തെ മകനെ, അപ്പോൾ വിശ്വരൂപനെ നല്ലോണം പഠിപ്പിച്ചു, അവർ പണ്ഡിതനാക്കിയായിരുന്നു, പഠിച്ച് നല്ല പണ്ഡിതനായി. അതുകൊണ്ട് ഈ അച്ഛൻ ജഗന്നാഥ മിശ്ര തീരുമാനിച്ചു ചൈതന്യ മഹാപ്രഭുവിനെ, അതായത് നിമായി എന്നാണ് വിളിക്കുന്നത്, നിമായിയെ സ്കൂളിൽ അയക്കണ്ട, പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു. കാരണം പഠിച്ച അറിവ് കിട്ടിയാൽ ഇവനും ഞങ്ങളെ വിട്ടു പോകുമോ എന്ന് വിചാരിച്ച് ഈ നിമായിയെ പഠിപ്പിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, ഈ പഠിക്കാൻ സ്കൂളിൽ വിടാത്തത് കൊണ്ട് പിന്നുള്ള ശല്യം മുഴുവൻ നാട്ടിലും വീട്ടിലുമായിരുന്നു. അത്ര വലിയ ശല്യക്കാരനായിട്ട് മാറി. അവസാനം നിവൃത്തി കെട്ട് പിന്നെ എന്തായാലും പോട്ടെ, സ്കൂളിൽ പോട്ടെ, പഠിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞ് പാഠശാലയിൽ കൊണ്ടാക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു നിമായിയുടെയൊക്കെ കുട്ടിക്കാലം വരുന്നത്. ഇത് പറയാൻ കാരണം രാമകൃഷ്ണദേവൻ്റെ അവതാരവും ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരവും ഏകദേശം സമാനമാണ്. ഈ 300 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ബംഗാളിൽ ജനിച്ച് ഭാരതത്തിൻ്റെ ആധ്യാത്മികതയെ അങ്ങേയറ്റം ഉദ്ധരിക്കുന്നതിന് വേണ്ടി എടുത്ത 2 അവതാരങ്ങളാണ് ബംഗാളിൽ ഈ 2 അവതാരങ്ങളിലൂടെ ലഭ്യമായത്, ഈശ്വരൻ അനുഗ്രഹിച്ചത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ചില കഥകൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചൈതന്യ ലീലയിൽ വിവരിക്കുന്നുണ്ട്. കാര്യം നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കലികാലമാണിത്, ഈ കലികാലത്തിൽ ഭൂമിയിൽ ഒരു രക്ഷയുമില്ല, ജനങ്ങളെല്ലാം തോന്നിവാസം പോലെയാണ് ജീവിക്കുന്നത്, അവർക്ക് ഈശ്വര ഭക്തിയില്ല, അവരുടെ ജീവിതം ഈശ്വരചിന്തയില്ലാതെ പരസ്പരം പോരടിച്ച് ഈ കലികാലത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞ് നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന് പരാതി പറയുകയാണ്, അല്ലെങ്കിൽ സങ്കടം പറയുകയാണ്. ഇപ്പോൾ ബ്രഹ്മദേവനാണ് പറഞ്ഞത്, നാരദ മഹർഷിയോട് പറഞ്ഞത് മഹാവിഷ്ണുവിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് നാരദൻ ഈ സങ്കടം ഉണർത്തിച്ചു. അങ്ങനെയാണ് മഹാവിഷ്ണു പറയുന്നത്, പേടിക്കണ്ട, അടുത്ത് തന്നെ ഞാൻ അവതരിക്കുന്നുണ്ട്, സാധാരണ മനുഷ്യജന്മത്തിൽ ഞാൻ അവതരിക്കുന്നുണ്ടെന്ന് പറയും. സാധാരണ മനുഷ്യരായിട്ട് എൻ്റെ അടുത്ത ജന്മം സാധാരണ. അപ്പോൾ ശ്രീകൃഷ്ണ അവതാരം കഴിഞ്ഞ സന്ദർഭം, ശ്രീരാമനും ശ്രീകൃഷ്ണാവതാരം രണ്ടും കഴിഞ്ഞ സന്ദർഭമാണ്. അപ്പോൾ ഇനി ഞാൻ സാധാരണ മനുഷ്യനായിട്ട്, സാധാരണക്കാരുടെ വീട്ടിൽ, ഏറ്റവും സാധാരണക്കാരനായ അവരുടെ വീട്ടിൽ ഞാൻ ജനിക്കും എന്ന്, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിക്കുമെന്ന് നാരദന് വാക്കുകൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് 2 അവതാരങ്ങൾ മഹാവിഷ്ണു സ്വീകരിക്കാൻ നാരദനെ അറിയിക്കുന്നത്. അതിലൊന്നാണ്, ആദ്യത്തെ അവതാരമാണ് ചൈതന്യ മഹാപ്രഭു, രണ്ടാമത്തെ അവതാരമാണ് ശ്രീരാമകൃഷ്ണദേവൻ. ഇവർ തമ്മിലുള്ള വ്യത്യാസം, ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനാവതാരമാണ്, ശ്രീരാമകൃഷ്ണദേവൻ ജ്ഞാനാവതാരമാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റേത് സംഗീതം, നാമജപം മാത്രമാണ് ലക്ഷ്യമാക്കിയുള്ളൂ, മറ്റൊന്നും യാതൊരു തരത്തിലുള്ള പ്രഭാഷണങ്ങളോ യാതൊരു തരത്തിലുള്ള ആധ്യാത്മിക വിഷയങ്ങളോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ശ്രീരാമകൃഷ്ണദേവൻ 24 മണിക്കൂറും ജ്ഞാന വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളത് ശ്രീരാമകൃഷ്ണദേവ ചരിത്രത്തിലൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചൈതന്യ ലീലയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് മുഴുവനും സങ്കീർത്തനമാണ്. അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ശ്രീകൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ സംഘം, അവർ സമ്പൂർണ്ണമായി ഗാനാലാപനം മാത്രമാണ് അവരുടെ ആരാധനാക്രമം. അത് എവിടെയാണെന്നില്ല, റോഡിലാണെന്നില്ല, എവിടെയാണെന്നില്ല, എല്ലായിടത്തും അവർ എപ്പോഴും ഗാനം ആലപിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകം മുഴുവനും അത് വ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെ
നമ്മൾ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം ഒട്ടാകെ ലോകം മുഴുവനും ജ്ഞാനമാണ് വിതരണം ചെയ്യുന്നത്, അറിവാണ് വിതരണം ചെയ്യുന്നത്. നമ്മുടെ സന്യാസിമാർ ഭാരതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലുള്ള ജ്ഞാനമാർഗമാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിലൂടെ തുടർന്നു വന്ന സ്വാമി വിവേകാനന്ദൻ മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഇന്ന് അവസാനം നമ്മളോടൊപ്പമുള്ള സന്യാസിമാർ വരെ ആ ജ്ഞാനമാർഗമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ രണ്ട് അവതാരങ്ങളുടെ വ്യത്യാസമല്ല, ഒരേ അവതാരത്തിന് രണ്ട് പെർസ്പെക്റ്റീവിലാണ് ഭഗവാൻ അവതരിച്ചത്, രണ്ട് പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ അത് കാരണം 14-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള സന്ദർഭങ്ങളിൽ അന്ന് ഈ ജ്ഞാനമാർഗത്തിൻ്റെ വഴിയെ പോകാൻ ഉള്ള സാഹചര്യം വളരെ കുറവായതാണ്. കാരണം അവിടെ ഇന്ന് ഈ ജ്ഞാനം വിളമ്പിയത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിനു പകരം അവർ ഭക്തിയാണ്, അത് സംഗീതത്തിലൂടെ നാമജപത്തിലൂടെ ഭക്തിയാണ് വ്യാപിപ്പിച്ചത്. അതായിരുന്നു ചൈതന്യ മഹാപ്രഭു. അതൊന്ന് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. തെരുവുകൾ തോറും പാടി 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 ഈശ്വരൻ്റെ ഗാനങ്ങൾ പാടി 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 പാടി, അത് മനോഹരമായ സംഗീതം പാടിപ്പാടി ആളുകളെ ഉന്മത്തരാക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ ഉയർത്തി. ശ്രീരാമകൃഷ്ണദേവൻ വന്നപ്പോൾ കഥകൾ പറഞ്ഞു 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 പറഞ്ഞ് എത്രമാത്രം ചൈതന്യ മഹാപ്രഭു സംഗീതം ആലപിച്ചു അത്രയും തന്നെ അതേപോലെ കഥകൾ കൊണ്ട് കഥകൾ കൊണ്ട് കഥകൾ കൊണ്ട് കഥകൾ കൊണ്ട് ഭഗവാൻ ആയിരക്കണക്കിന് കഥകൾ പറഞ്ഞു പറഞ്ഞാണ് നമ്മുടെ ഭക്തന്മാരെ ഉദ്ബുദ്ധരാക്കിയത്. എന്നിട്ട് ഈ ശ്രീരാമകൃഷ്ണ അവതാരത്തിലൂടെ പോകുന്ന സന്ദർഭത്തിൽ പോലും നമുക്ക് ഭഗവാൻ തന്നെ ഈ ചൈതന്യ മഹാപ്രഭുവും ഭഗവാന്റെ ആ അവതാര ഇതും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ വചനാമൃതത്തിൽ അത് വിവരിക്കുന്നുണ്ട് ഭഗവാൻ തന്നെ. അതിലൊന്ന്, ഈശ്വരനാമത്തിന് വലിയ മഹാത്മ്യമുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഈശ്വരനാമത്തിന് വലിയ മഹാത്മ്യമുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഭഗവാൻ അടുത്ത് പറയുന്നത്, ഈ ഈശ്വരനാമ ജപം കൊണ്ട് ഉടനെ ഫലം കിട്ടിയില്ല എന്ന് വരാം. ഈശ്വരനാമം സദാ ജപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉടനെ ഒരു ഫലം കിട്ടിയില്ല എന്ന് വരാം. പക്ഷേ അതെങ്ങനെയാണ് എന്ന് ഭഗവാൻ വളരെ വളരെ മനോഹരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് പണ്ട് കാലത്ത് വീടിൻ്റെ വീടുകളുടെ ഉത്തരങ്ങളിലെല്ലാം ഈ പലതരം വൃക്ഷങ്ങളുടെ വിത്തുകൾ സൂക്ഷിക്കും. വീട് പണിയുമ്പോൾ തന്നെ ഉത്തരത്തിൽ വിത്തുകൾ വെക്കും, പലതരം വിത്തുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ വീട് തകർന്ന് മണ്ണോടഞ്ഞ്, അങ്ങനെയാണല്ലോ സംഭവിക്കുക, പഴയ വീടുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. അപ്പം അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഈ വീടുകൾ നശിച്ച് മണ്ണിനോട് ചേരുമ്പോൾ ഈ വിത്തുകളെല്ലാം മണ്ണിൽ കിടന്ന് പൊട്ടിമുളയ്ക്കും. അങ്ങനെ അതാത് കാലത്തുണ്ടായിരുന്ന വൃക്ഷങ്ങളും ഫലങ്ങളും എല്ലാം തന്നെ വീണ്ടും ഈ ഭൂമിയിൽ പുനർജനിക്കും. അപ്പോൾ അതാണ് നാമജപം. ഇതുപോലെയാണ് നമ്മുടെ ശരീരമാകുന്ന ആ ശരീരക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഉത്തരങ്ങളിലെല്ലാം ഈ നാമജപമാകുന്ന വിത്തുകൾ ഇങ്ങനെ സൂക്ഷിക്കപ്പെടും. ഇത് പിന്നീട് പൊട്ടിമുളയ്ക്കും. ആ പൊട്ടിമുളയ്ക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കാലത്താവണമെന്നില്ല, നമ്മുടെ സന്തതി പരമ്പരകളിലേക്കായിരിക്കും ഇത് പൊട്ടിമുളയ്ക്കുന്നത്. അങ്ങനെ ഭക്തിയുടെ തുടർച്ച, ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ തുടർച്ച ഇങ്ങനെ സംഭവിച്ചു. അതാണ് സുഹൃത ജന്മം എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മുടെ ജന്മം സുഹൃതമാകുന്നത് അങ്ങനെയാണ്, അത് നമ്മിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നർത്ഥം. അതുപോലെ തന്നെ ചൈതന്യദേവൻ്റെ അനുയായികളായി ഉണ്ടായിരുന്നവരെ താൻ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിരുന്നതായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ വചനാമൃതത്തിൽ പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുയായികളായി ഉണ്ടായിരുന്നവരെ താൻ ഭഗവാന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബൽറാം ബസുവിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ആ കൂട്ടത്തിൽ കണ്ടതായിട്ട് തോന്നുന്നു. നമ്മൾ ബൽറാം ബസുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാണ്. അപ്പോൾ ബൽറാം ബസുവിനോടും പറയുന്നുണ്ട്, നിന്നെയും ഞാൻ ആ കൂട്ടത്തിൽ കണ്ടു. അപ്പോൾ നോക്കൂ, അന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ തെരുവോരങ്ങളിലൂടെ ഭജന പാടി നടന്ന ആ സംഘത്തിൽപ്പെട്ട പലരുമാണ് പിന്നീട് ശ്രീരാമകൃഷ്ണ അവതാര കാലത്ത് പുനർജനിച്ചത്. ഈ ഗൃഹസ്ഥ ആശ്രമ ഭക്തന്മാരിൽപ്പെട്ടവരും സന്യസ്ത ശിഷ്യന്മാരിൽപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള പലരും അന്ന് ഉണ്ടായിരുന്നവർ പിന്നീട് വീണ്ടും ജന്മമെടുത്തതാണ് ഭഗവാനോടൊപ്പം. അതുകൊണ്ടാണ് ഈ ശ്രീരാമകൃഷ്ണ അവതാരത്തിലും ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിലും പാർഷദന്മാരായി ഉണ്ടായിരുന്നവർ ഏറെക്കുറെ പലരും ഒരേ ആൾക്കാരാണ്.
അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ അത് അറിയാവുന്നത് കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ ആ മട്ടുപ്പാവിൽ, ആ കെട്ടിടത്തിൻ്റെ ആ ക്ഷേത്ര കോമ്പൗണ്ടിലുള്ള മട്ടുപ്പാവിൻ്റെ മുകളിൽ പോയിരുന്നുകൊണ്ട് ആ ടെറസിൽ കയറിയിട്ട് കൈനീട്ടി വിളിച്ചത്, നിങ്ങളങ്ങ് വരാറായില്ലേ വരാറായില്ലേ, വരൂ വരൂ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ വിളിക്കുന്നത് അന്ന് തൻ്റെ പാർഷദന്മാരായി ഉണ്ടായിരുന്നവർ ഈ കൽക്കട്ടയിലും ഭൂമിയുടെ പല ഭാഗത്തായിട്ട് അപ്പോഴുണ്ട്. അവരെല്ലാം ഭഗവാൻ വിളിക്കുകയാണ്. ഞാനിതാ വീണ്ടും നിങ്ങളെ എൻ്റെ കൂടെ വിളിക്കുകയാണെന്ന് പറഞ്ഞ് വിളിക്കുന്നത് നമ്മൾ ലീലാമൃതത്തിൽ വായിച്ചിട്ടുണ്ട്. ഭഗവാൻ അങ്ങനെ ഇവരെ വിളിച്ചതാണ്. അപ്പോൾ അതാണ് ഈ രണ്ട് അവതാരങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വരുന്നത്. ചൈതന്യദേവൻ സന്യാസം സ്വീകരിച്ചത് തന്നെ നമസ്കരിക്കുന്നവർ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്, തന്നെ നമസ്കരിക്കാൻ. അതായത് ചൈതന്യദേവൻ സന്യാസം സ്വീകരിച്ചു, ശ്രീരാമകൃഷ്ണദേവൻ സന്യാസം സ്വീകരിച്ചിട്ടില്ല. ചൈതന്യദേവൻ യഥാർത്ഥ സന്യാസം സ്വീകരിച്ചു. എന്തിനാണ് സന്യാസം സ്വീകരിച്ചതെന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നതാണ്. ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ട് സന്യാസം സ്വീകരിച്ചു? അതായത് അന്ന് ഓരോരുത്തരും ആ സന്യാസിയുടെ കാൽക്കൽ നമസ്കരിക്കുമ്പോൾ അവരെല്ലാം ഉദ്ധരിക്കപ്പെടുകയാണ്. സന്യാസിയുടെ കാൽക്കൽ നമസ്കരിക്കുന്നവരെല്ലാം ഉദ്ധരിക്കപ്പെടും എന്ന്, അതായത് അവരുടെ പാപഭാരങ്ങളെല്ലാം പോയി അവരുടെ ആ സഞ്ചിതമായ എല്ലാ ദുസ്സംസ്കാരങ്ങളും ഒഴിഞ്ഞു പോയിട്ട് അവർ ശുദ്ധരായിത്തീരുന്നത് ഏതൊരു സന്യാസിയുടെ കാൽക്കൽ നമ്മൾ നമസ്കരിക്കുമ്പോഴാണ് എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സന്യാസിമാരെ കാണുമ്പോൾ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗൗരാംഗൻ്റെ കാര്യങ്ങൾ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാര്യങ്ങൾ ശ്രീരാമകൃഷ്ണദേവൻ വിവരിക്കുന്നുണ്ട്. ഗൗരാംഗൻ്റെ ദർശനം ശ്രീരാമകൃഷ്ണദേവൻ ഉണ്ടാവുന്നത് പതിവാണത്രേ. ഗൗരാംഗനെ എപ്പോഴും ഇങ്ങനെ ദർശിക്കാറുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ. എന്നിട്ട് അപ്പോൾ പറയുന്നതാണ്, ഗൗരാംഗൻ ധരിക്കുന്നത് കറുത്ത കരയുള്ള മുണ്ടാണ്. ഇപ്പം ഹൃദയ മുഖോപാധ്യായയുടെ വീട്ടിൽ വെച്ചാണ് ആദ്യം അങ്ങനെ കണ്ടതായിട്ട് പറയുന്നത്. ഗൗരാംഗനെ ദർശിച്ചതായിട്ട് അവിടെ ഭാവസമാധിയിലിരിക്കെ ഭഗവാൻ പറഞ്ഞതാണ്. ഗൗരാംഗൻ അവിടെ വന്നിരുന്നു, ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ കറുത്ത കരയുള്ള മുണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ, ഏതാണ്ട് ഒരു മെറൂൺ കളറുള്ള കരയുള്ള മുണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ്റേതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതേസമയം ഗൗരാംഗൻ കറുത്ത കരയുള്ള മുണ്ട ആണ് ഉടുത്തിരുന്നതെന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സത്സംഗങ്ങൾ നടത്തും കൽക്കട്ടയിലും അവിടെ ഇവിടെയൊക്കെ ശ്രീരാമകൃഷ്ണദേവൻ ഭക്തരുടെ ഗൃഹങ്ങളിലൊക്കെ പോകുമ്പോൾ ഭഗവാൻ ആവശ്യപ്പെടുന്നുണ്ട് ഗൗരാംഗനെക്കുറിച്ച് പാടണമെന്ന്. ഭഗവാൻ പറയുന്നു, അത് നമ്മൾ വചനാമൃതത്തിൽ പലയിടത്തും നമുക്ക് കാണാം. എന്താ പാടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഗൗരാംഗനെക്കുറിച്ച് പാടാൻ പറയും. ഭഗവാൻ പെട്ടെന്ന് ഭാവസമാധിയിലേക്കാവും ഗൗരാംഗനെക്കുറിച്ച് കേൾക്കുമ്പോൾ. അതേപോലെ പാനീഘട്ടിയിലെ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ പോയി. അവിടെ അതിൻ്റെ തൊട്ടടുത്താണ് നവദ്വീപ്. പാനീഘട്ടിയിലെ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ പോയ ശ്രീരാമകൃഷ്ണദേവൻ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാനീഘട്ടിയിൽ പോയിട്ട് ആ മഹോത്സവത്തിൽ പങ്കെടുക്കെ ശ്രീരാമകൃഷ്ണദേവൻ നൃത്തം ചെയ്യുന്നത് കണ്ടിട്ട് അവിടെയുള്ള ആളുകൾ വിചാരിച്ചത് ഗൗരാംഗൻ വീണ്ടും വന്നിരിക്കുന്നു എന്നാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ നൃത്തം കണ്ടപ്പോൾ ഗൗരാംഗൻ നൃത്തം ചെയ്യുന്ന അതേ ഭാവം അവിടെ കൂടിയിരുന്ന ആളുകളുടെ ഉള്ളിൽ തോന്നലുണ്ടാക്കുകയാണ്. അല്ലാതെ 200-300 വർഷം മുമ്പുള്ള കാഴ്ച ഇവരാരും കാണുന്നില്ല. പക്ഷെ ഗൗരാംഗൻ ആ നവദ്വീപിലും പാനിഘട്ടിയിലും നവദ്വീപിലും ഒക്കെയുള്ള ആളുകളുടെ ഉള്ളിൽ ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ കാലത്തെ ആ അവതാര കാലത്തുണ്ടായ എല്ലാ സംഭവങ്ങളും അവരുടെ ഉള്ളിൽ ഒരു തോന്നൽ പോലെ അവരുടെ ഉള്ളിൽ അത് ആ തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് നമ്മളവിടെ ചെല്ലുമ്പോഴും ഉണ്ടാകും. നമ്മളവിടെ പോയപ്പോൾ നമുക്കും ആ അനുഭവം ഉണ്ടാകുന്നുണ്ട്. നമ്മളുമൊക്കെ അവിടെ പോയി അങ്ങനെ പോകാൻ ഭാഗ്യം കിട്ടിയപ്പോൾ പാനിഘട്ടിയിലും പോയി അവിടുന്ന് നവദ്വീപിലേക്ക് വള്ളത്തിൽ കയറി അങ്ങോട്ടും പോയപ്പോൾ ഈ വഴികളിലെല്ലാം എവിടെയൊക്കെയോ ഗൗരാംഗൻ നൃത്തം ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നി. പ്രത്യേകിച്ച് നവദ്വീപിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും വഴിനീള ഇങ്ങനെ നൃത്തം ചെയ്യുന്ന എത്ര പേരെയാണ് കാണുന്നത്. ഡോലക്കൊക്കെ കൊട്ടി മൃദംഗമെല്ലാം കൊട്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന അനേകം സംഘങ്ങൾ ആ വഴിനീളെ പോകുന്നത് ഇന്നും നമുക്ക് നവദ്വീപിൽ പോകുമ്പോൾ കാണാം. അത്രയും ഒരു അനുഭവം. അപ്പോൾ ശരിക്കും ഗൗരാംഗനെ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടു കാണാം. അല്ലാതെ നേരിട്ട് അനുഭവമില്ലാത്ത നമുക്ക് ഈ ചിത്രങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഗൗരാംഗനെ അവിടെ.
ഇതാണ് ഭഗവാൻ പറഞ്ഞത്. പാനിഘട്ടിയിലെ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ പോയ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടിട്ട് ഗൗരാംഗനാണെന്ന് അവിടെയുള്ളവർ സംശയിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചൈതന്യദേവനും ഗൃഹസ്ഥ ഭക്തന്മാരുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ഉണ്ടായിരുന്നത് പോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിനും ഗൃഹസ്ഥ ഭക്തന്മാരുണ്ടായിരുന്നു. അവർ പേരിൽ മാത്രമേ ഗൃഹസ്ഥരായിരുന്നുള്ളൂ. ഇത് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗൃഹസ്ഥാശ്രമികളും ശ്രീരാമകൃഷ്ണദേവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗൃഹസ്ഥാശ്രമികളും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം. അവർ പേരിന് ഗൃഹസ്ഥാശ്രമികൾ എന്ന് പറയുന്നേ ഉള്ളൂ. അവർ അനാസക്തരായിരുന്നു. അവരൊരിക്കലും കുടുംബ ബന്ധങ്ങളിൽ കാര്യം അവർ മുഴുവൻ സമയവും ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരുവുകൾ തോറും വൃന്ദാവനത്തിൽ ഭാരതത്തിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിലേക്ക് ചൈതന്യ മഹാപ്രഭു സഞ്ചരിച്ചുകൊണ്ട്, നീ നാമജപമായിട്ട് ഭാരതം മുഴുവൻ സഞ്ചരിച്ചതാണ്. വൃന്ദാവനത്തിലും ഒക്കെ പുരിയിലും എല്ലാം ഇങ്ങനെ സഞ്ചരിച്ച് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ വലിയ ഘോഷയാത്രയാണ് എപ്പോഴും. ഈ ഗൃഹസ്ഥ ഭക്തന്മാരെല്ലാം ഈ ഗാനാലാപനത്തിൽ മനം മയങ്ങി ചൈതന്യ മഹാപ്രഭുവിൻ്റെ പിന്നാലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമകൃഷ്ണ അവതാരത്തിലും നമ്മളത് കാണുന്നുണ്ട്, അതേ അവസ്ഥ. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ ഇതേപോലെ ഇങ്ങനെ സഞ്ചരിക്കുന്നില്ല, ഒരേ സ്ഥലത്തിരുന്നു. കാര്യം അവിടെ ജ്ഞാനം ആണ് വിതരണം ചെയ്യുന്നത്. മറ്റേത് സങ്കീർത്തനമാണ് അവിടെ വിതരണം ചെയ്യപ്പെട്ടത്. അത് സങ്കീർത്തനം പാടി പോകാം, മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ജ്ഞാനമാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ ഗ്യാതറിംഗ് ആയിട്ട്, ഒരു വലിയ ഒരു കൂട്ടമായി സത്സംഗമായി ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ രാമകൃഷ്ണ വചനാമൃതം വായിക്കുന്ന ഓരോ അധ്യായവും ഓരോ സത്സംഗങ്ങളുടെ ചർച്ചയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് ഒന്നിച്ചിരുന്നു, ഒരു മുറിയിലാണെങ്കിൽ ഒരു മുറി, അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അല്ലെങ്കിൽ പഞ്ചവടിയിലാണെങ്കിൽ അവിടെ, എവിടെയെങ്കിലാണെങ്കിലും ആ ആൾക്കൂട്ടത്തിലിരുന്ന്, അങ്ങനെ കൂട്ടത്തിലിരുന്നാണ് ചർച്ചകൾ നടക്കുന്നത്. മറ്റേത് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മറ്റ് ജ്ഞാനമാർഗത്തിൻ്റെ ഒരു വഴിയുമില്ല. അവർ വെറും ഈശ്വരനാമം ജപിക്കൽ മാത്രമാണ്. ശ്രീരാമകൃഷ്ണദേവനും ഈശ്വരീയ നാമം കേട്ടാൽ കണ്ണിൽ കൂടെ ധാരധാരയായിട്ട് വെള്ളമൊഴുകും, സമാധി അവസ്ഥയിലാവും. ഇത് തന്നെയായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്. ശ്രീകൃഷ്ണൻ്റെ നാമം കേട്ടാൽ മതി, കണ്ണിൽ കൂടെ ധാരയായിട്ട് കണ്ണീരൊഴുകുമായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ. പിന്നെ മറ്റ് ശ്രീരാമകൃഷ്ണദേവൻ, നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഇവിടെ വരുന്നത് എന്തെന്ന് വെച്ചാൽ, ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരോട് നിരന്തരം ഈ പുസ്തകങ്ങൾ ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത് പുസ്തകം വായിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല, പുസ്തകത്തിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു വരണം എന്നുള്ളൊരു ഭാവത്തിലാണ് അദ്ദേഹം എല്ലാ ഭക്തന്മാരെയും ഉപദേശിച്ചത്. എങ്കിലും അദ്ദേഹം ഒരേ ഒരു പുസ്തകമാണ് വായിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാ ഭക്തന്മാരോടും അദ്ദേഹം വായിക്കണം എന്ന് നിർദ്ദേശിച്ച ഒരു പുസ്തകം മാത്രമാണ് ചൈതന്യ ചരിതാമൃതം മാത്രം വായിച്ചാൽ മതി. അത് ബൽറാം ബസുവിൻ്റെ അച്ഛനോടും അത് പറഞ്ഞു. അദ്ദേഹം വൃന്ദാവനത്തിലുമൊക്കെ ആയിട്ട്, നമ്മൾ ബൽറാം ബസുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്ഥിരമായിട്ട് വൃന്ദാവനത്തിലൊക്കെ താമസിക്കുന്ന, ഏതാണ്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലഘട്ടത്തിലെ ജീവിത ശൈലി സ്വീകരിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹത്തോടും പറയുന്നത്, മറ്റ് പുസ്തകങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കും, ഒന്നും വായിക്കണമെന്നില്ല, പക്ഷേ ചൈതന്യ ചരിതം നിങ്ങൾ വായിക്കണം എന്ന് ബൽറാം ബസുവിൻ്റെ അച്ഛനോട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നൊരു ഭാഗം ഇവിടെയുണ്ട്. ഈ തരത്തിലാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരവും ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരവും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ അധ്യായം 4 ആദ്യത്തെ ആ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ, 2ാമത്തെ പാരഗ്രാഫ് വരെ വായിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിനി 3ാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കാൻ. ആ 3ാമത്തെ പാരഗ്രാഫ് മുതലാണ് ഈ അധ്യായത്തിൽ കടന്നു വരുന്ന ആധ്യാത്മിക ചിന്തയുടെ ആത്മസത്ത ഇരിക്കുന്നത്. ഈ 3ാമത്തെയും 4ാമത്തെയും പാരഗ്രാഫുകൾ കൂട്ടി വായിക്കുമ്പോഴാണ്. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നമുക്ക് 3ഉം 4ഉം പാരഗ്രാഫുകൾ കൂടെ ഇതേപോലെ വായിച്ച് നമുക്കൊന്ന് അതൊന്ന് മനനം ചെയ്യാൻ നോക്കാം. അപ്പോഴെന്താണ് ഭഗവാൻ നമുക്ക് നൽകുന്ന ആ വലിയ ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ. നമസ്തേ.
നമസ്തേ നമസ്തേ നമസ്തേ. അങ്ങനെ ഞങ്ങൾ നവദ്വീപിലൊക്കെ കൂട്ടിക്കൊണ്ട് പോയി. അതെ അതെ. അല്ല, ഇത് രണ്ടും ചൈതന്യ ചരിതമാലയും നമ്മൾ ഇതേപോലെ നമ്മൾ വചനാമൃതം പോലെ തന്നെ കൂടെ വായിച്ചു പോകുമ്പോഴാണ് വളരെ എങ്കിലേ വചനാമൃതം കുറെ കൂടെ മധുരമായി മാറാൻ തുടങ്ങും. വചനാമൃതത്തിൻ്റെ മാധുര്യം മുഴുവനും നമ്മൾ അനുഭവിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവൻ്റെ വാക്കുകൾ അനുഭവിക്കുന്നതിൻ്റെ സുഖം മുഴുവനും അതിൻ്റെ ആ ഒരു അന്തസത്ത ചൈതന്യ അവതാര കാലത്തുള്ള കഥകൾ കൂടെ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ഗംഭീരമായിരിക്കും. അത് ഗംഭീരമാണത് ആ ചൈതന്യ പ്രഭുവിൻ്റെ കഥ. സംസ്കൃത ഭാഷ അറിയാത്ത വിദേശികളാണ് ഏറ്റവും കൂടുതൽ അതിൽ ആകൃഷ്ടരായത്. അത് ആ ഭജന കൊണ്ടാണ്. ഇപ്പം ഈ കാലഘട്ടത്തിൽ ഈ 22ാം നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ടിലൊക്കെ ഇത്രയും പുരോഗമനപരമായ ഈ കാലഘട്ടത്തിൽ ഇത്രയും ആളുകൾ ഇതിൽ ആകൃഷ്ടരായി തെരുവുകൾ തോറും ലോകം മുഴുവൻ ഭജന പാടുന്നെങ്കിൽ എന്തായിരുന്നിരിക്കും അന്നത്തെ അവസ്ഥ. 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആ ഭജന കണ്ടിന്യൂ ചെയ്യുന്നത്. അതാണ് നമ്മളതിനകത്ത് തന്നെ. അപ്പോൾ ആ ഭജനയുടെ ശക്തി, ആ നാമജപത്തിൻ്റെ ശക്തിയാണ്. അതെ 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 അതാണ് അതിൻ്റെ ഒരു ശക്തി. അതാണ് നാമം ജപിക്കാം. ഓം ശ്രീ ശാരദാ ദേവി നമഃ. ഓം ശ്രീ ശാരദാ ദേവി നമഃ. ഓം ശ്രീ ശാരദാ